അല്ല ഇപ്പൊ നിങ്ങള് ബൂമറ വരുന്നുണ്ട്, ഇത്തുബാൻ തിരിച്ചു വന്നിക്കണേ, നിങ്ങളെ ടീം പിരിച്ചിട്ടാളേ. ആ 4 ഓവറിൽ 29 അത് ഇത്ര മോശമൊന്നുമല്ല. എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് നല്ലോ അതിനെല്ലാം കൂടി കൊടുത്തിക്കണേ. തോൽക്കാനായിട്ട് അപ്പൊ നല്ല രീതിയിൽ ബോൾ ചെയ്യാനാണ് കളിച്ചത്, അല്ലാതെ ജയിക്കാനല്ല. ഇന്നലെ പോയി എന്ത് പോയി എന്നും പോയി, അവസാന നിമിഷം പോയതല്ലേ. അപ്പൊ അതിന്റെ മുമ്പത്തെ കളിയൊക്കെ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞത്, ഞങ്ങൾ അവസാനം പോയി. ആര് അപ്പൊ അങ്ങനായി. അപ്പൊ പിന്നെ ആരാ നിങ്ങളെ പ്രശ്നം എന്താ? പ്രശ്നം എന്താ, ലാസ്റ്റ് ചങ്ങായിമാരൊന്നും അടിച്ചില്ലല്ലോ, കൊണ്ടില്ലല്ലോ. ആദ്യമുള്ള ആൾക്കാരൊക്കെ അടിച്ചാ? ആദ്യം ഹിറ്റ്മാൻ അല്ലേ? ഹിറ്റ്മാൻ അല്ലേ? ഹിറ്റ്മാൻ സ്ഥിരം അങ്ങനെയാണ്. അത് പിന്നെ ഞങ്ങള് തള്ളിയാണ്. എന്നാലും സമാധാനം ഉണ്ട്, ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകർ മനസ്സിലാക്കി ആരാണ് പ്രശ്നം. ഏതായാലും അതിൽ എനിക്ക് വലിയ സന്തോഷം കിട്ടും. അവസാനം നിങ്ങൾ ആരാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. ഹാർദിക് സൂപ്പർ ഫോമിലല്ലേ, ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും ഒക്കെ ഉസാറാണ്. പക്ഷെ ടീം ജയിക്കണില്ല. തോലിന്റെ സമയത്ത് ശരിക്കുള്ള പാണ്ഡ്യ ഞങ്ങൾ ടീമിലാ. കൃണാൽ പാണ്ഡ്യ 4 വിക്കറ്റാണ് എടുത്തത്. അല്ലെങ്കിൽ ഏട്ടന്റെ മുമ്പിൽ വിക്കറ്റുകൾ ഞങ്ങൾ വീതോ. ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് എടുത്തോ. ഞങ്ങളെ പട്ടീദാറിന്റെ ക്യാപ്റ്റൻസി കണ്ടോ? ഹൈ, പട്ടീദാർ ആർക്ക് കൊടുക്കും 20ാമത്തെ ഓവറിന്? എല്ലാവർക്കും ഒരു ഡൗട്ട്. പട്ടീദാർ ക്ലിയർ കാൽക്കുലേഷൻ. നിങ്ങൾക്ക് ഇത് കർമ്മ. ആ വിഘ്നേഷ് പുത്തൂരിനോട് നിങ്ങൾ കാണിച്ചു പ്ലേയിങ് ഒരു ഓവർ കൊടുത്തു, ഒറ്റ വിക്കറ്റ് കൊടുത്ത്, എന്നിട്ട് പിന്നെ എന്താ കൊടുക്കാൻ? അതാണ് ചോദ്യം. ഓരോ ഓവറിന്റെ ആ ബ്രേക്ക് ത്രൂ വിക്കറ്റ് എടുത്ത് തന്നിട്ട് പിന്നെന്താ കൊടുക്കാത്തത്? ഓനങ്ങൾ അവഹേളിച്ച്. അപ്പൊ അതിന് കിട്ടിയതാ പട്ടിയതാറില്ല, ഞങ്ങളെ ആൾക്കാരെ അടിച്ചു. തന്ത്രം മാറ്റിയതല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ ക്യാപ്റ്റൻ നോക്കേ. ഇപ്പൊ നോക്കേ, ചെപ്പോക്കെ ഒരു വലിയ ഡയലോഗായിരുന്നു. CSKക്കാർ 17 കൊല്ലമായിട്ട് RCBക്ക് അവിടെ അങ്ങോട്ട് ജയിച്ചാൽ പറ്റില്ല, കൊടുത്തു. പിന്നെ നിങ്ങൾ വലിയ വർത്താനം 10 കൊല്ലമായിട്ട് വാങ്കടയിൽ അവൻ തീർത്തു. ഇതിലൊക്കെ ആരാ മനസ്സിലാക്കി അറിയണം? ഞങ്ങളെ ചെക്കൻ പട്ടീദാർ. കിങ് എല്ലാ കളിയിലും കളിച്ചിട്ടുണ്ടല്ലോ, കിങ് തന്നെ കളിച്ചില്ലേ? അപ്പൊ ഞാൻ ക്യാപ്റ്റൻ അങ്ങനെയൊന്നുമല്ല. കാരണം പട്ടീദാറിനെ തന്നെ ക്യാപ്റ്റൻ ആക്കി തന്നെ കിങ് പറഞ്ഞിട്ടാ. അത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. നിങ്ങളെ ക്യാപ്റ്റൻ കളിച്ചിട്ടുണ്ട്, അത് ജയിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ ക്യാപ്റ്റൻ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, മാൻ ഓഫ് ദി മാച്ച് വാങ്ങുന്നുണ്ട്. ഇത്തവണ RCB വേറെ ലെവലാ മക്കളെ.